കരുവന്നൂർ കള്ളപ്പണക്കേസിൽ മുൻ എം.പി. പി.കെ. ബിജുവിനെ ഇ.ഡി. വീണ്ടും ചോദ്യം ചെയ്യുകയാണ്. ഇത് മൂന്നാം തവണയാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി.കെ. ബിജുവിനെ ഇ.ഡി. സമൻസ് നൽകി വിളിച്ചുവരുത്തുന്നത്. നേതാക്കളുടെ ബിനാമി ഇടപാടുകൾ, പാർട്ടി അന്വേഷണ സമിതി റിപ്പോർട്ട് എന്നിവയുമായി ബന്ധപ്പെട്ടാണ് തുടർച്ചയായ ചോദ്യം ചെയ്യൽ. കരുവന്നൂർ കള്ളപ്പണക്കേസിലെ CPM അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട അന്വേഷണം പാർട്ടി നേതാക്കളിൽ കേന്ദ്രീകരിക്കുമ്പോഴാണ് മുൻ എം.പി. പി.കെ. ബിജുവും തുടർച്ചയായി ഇ.ഡിയുടെ ചോദ്യമുനയിലെത്തുന്നത്. കരുവന്നൂർ തട്ടിപ്പ് കേസിൽ രണ്ടാംഘട്ട അന്വേഷണത്തിൽ കൂടുതൽ തെളിവുകൾ ശേഖരിച്ച ശേഷമാണ് പ്രമുഖ നേതാക്കളെ ആവർത്തിച്ച് ചോദ്യം ചെയ്യുന്നത്. CPM നിയന്ത്രണത്തിലുള്ള കരുവന്നൂർ ബാങ്കിൽ നടന്ന ക്രമക്കേടിൽ പാർട്ടി നിയോഗിച്ച അന്വേഷണ കമ്മീഷന് നേതൃത്വം നൽകിയത് പി.കെ. ബിജുവായിരുന്നു. ബാങ്ക് ഭരണസമിതി അംഗങ്ങൾ എങ്ങനെയെല്ലാമാണ് തട്ടിപ്പിന്റെ ഭാഗമായതെന്നും നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതിലും വായ്പകൾ അനുവദിക്കുന്നതിലും നേതാക്കൾ നടത്തിയ ഇടപെടലുകൾ എന്നിവ സംബന്ധിച്ച വിവരങ്ങളും മൊഴികളും പി.കെ. ബിജു ശേഖരിച്ചിരുന്നു. അന്വേഷണ സമിതി റിപ്പോർട്ട് ഇ.ഡി. ആവശ്യപ്പെട്ടിട്ടും CPM തൃശൂർ ജില്ലാ കമ്മിറ്റിയും ജില്ലാ സെക്രട്ടറിയും കൈമാറാൻ തയ്യാറല്ലായിരുന്നു. തുടർന്നാണ് ബിജുവിനെ സമൻസ് നൽകി വിളിപ്പിച്ചത്. പി.കെ. ബിജുവിന്റെ നേരിട്ടുള്ള സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചുള്ള ചില മൊഴികളും ഇ.ഡിക്ക് ലഭിച്ചിരുന്നു. ഇത് സംബന്ധിച്ചുകൂടിയാണ് ചോദ്യം ചെയ്യൽ. നേരത്തെ ചോദ്യം ചെയ്തിട്ടുള്ള മുൻ മന്ത്രി A.C. മൊയ്തീൻ, CPM സംസ്ഥാന കമ്മിറ്റി അംഗം M.K. കണ്ണൻ എന്നിവരെയും ഇ.ഡി. വൈകാതെ ചോദ്യം ചെയ്യും. ജനം, കൊച്ചി.